ശ്രീ നാസർ കൊളായി, ഇവിടെ എച്ച് ഹാഫിസ് കേരള കോൺഗ്രസ് എം നേതാവ് നിരീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം RSSനെ ബൂസ്റ്റ് ചെയ്യുക, കാരണം ഈ വർഗീയത ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ RSSന് ഗുണപരമാകൂ. ഇതാണ് KM ഷാജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാസർ കൊളായി, ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതക്ക് വളമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആസിഫിന് മുമ്പ് സംസാരിച്ച വ്യക്തി ആരാന്ന് എനിക്ക് രാജേന്ദ്രൻ പന്തളം. രാജേന്ദ്രൻ പന്തളം എന്ത് വിട്ടിട്ടാ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി അവരുടെ മൗദൂദീസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മലപ്പുറത്ത് യോഗം ചേർന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് അത് തന്നെയല്ലേ അജിംഷാദെ? ആ വിഷയം ഇന്നലെ നമ്മൾ ചാനലിൽ ചർച്ച ചെയ്തത് വളരെ അപകടകാരികളാണ്, മതരാഷ്ട്രവാദികളാണ്. ആ മതരാഷ്ട്രവാദികളുടെ കൂടെ മുസ്ലിം ലീഗ് നിൽക്കുകയാണ്, കോൺഗ്രസ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതില് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് വലിയ വ്യതിചലനം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ ഈ ജനാധിപത്യ മതേതരത്വത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞു. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ ഭീഷണിയായ അധികാരമുള്ള ഫാസിസ്റ്റുകളായ RSSന്റെ BJP ഭരണത്തിനെതിരെ ഇന്ത്യൻ പാർലമെന്റിൽ ഗർജിക്കുന്നത് ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവരാണ്, ഇടതുപക്ഷത്തിന്റെ MP-മാരാണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ബുൾഡോസർ രാജിനെതിരെ ആദ്യമായി ഓടി അവിടേക്ക് എത്തി അതിനെ തടഞ്ഞത് ബൃന്ദാക്കാരാട്ടാണ്. ഡൽഹിയുടെ തെരുവീതികളിൽ മുസ്ലിം വീടുകൾ തകർക്കപ്പെട്ടപ്പോ, മുസ്ലിം പള്ളികൾ തകർക്കപ്പെട്ടപ്പോ ഇവർ ഈ മുസ്ലിം ലീഗ് താങ്ങി നടക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, പിന്നെ അവരുടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉണ്ടല്ലോ ഡൽഹിയിൽ, അവരാരെയും തടയാൻ കിട്ടിയില്ല. അവിടെ ഓടിയെത്തിയത് ബൃന്ദാക്കാരായിട്ടാണ്. മാത്രമല്ല ഇവിടെ ഈ കേരളത്തിൽ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ RSS അടങ്ങി നിൽക്കുകയാണ്. അവർക്കൊരു വർഗീയ കലാപം നാട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരടിച്ചൊതുക്കി നിൽക്കുന്ന ഒരു രൂപം നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം? അപ്പൊ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചപ്പോ ഒന്നുകൂടി നേരത്തെ മതമാണ് പ്രശ്നം എന്ന് പ്രസംഗിച്ച, തന്റെ തെരഞ്ഞെടുപ്പിൽ മതം ആയുധമാക്കി ഉപയോഗിച്ച KM ഷാജി ഇത് ഒന്നുകൂടി ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. കൃത്യമായി ഇത് RSSുമായി കൂടി അറിഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കുന്ന നീക്കമാണ്. ഇതാണ് വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞത്. മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവന്റെ പ്രശ്നത്തെക്കുറിച്ച് ഇവർ സംസാരിച്ചിട്ടില്ല. അൺഎയ്ഡ് മേഖലയിലെ സ്കൂളുകൾ നടത്തുന്ന മാനേജ്മെന്റിന് എത്ര സീറ്റുകൾ കിട്ടും, അവർക്ക് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ കേരളത്തിൽ നോക്കുങ്ങള്, ഇപ്പൊ ഒരു തിരുവോണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മലയാളി ദേശീയോത്സവമായി ആഘോഷിക്കുന്ന തിരുവോണം, ആ തിരുവോണ ദിവസം ഏതെങ്കിലും ഒരു സമരം ഈ കേരളത്തിൽ നടന്നോ? നിങ്ങൾ നോക്ക്, അടുത്ത കാലത്ത് ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഓണത്തിന്റെ ആനുകൂല്യം കിട്ടിയിട്ടില്ല, ഈ ഓണത്തിന് ഞങ്ങൾ പട്ടിണി കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിൽ ഒരു സമരം കാണാത്ത ഒരു ഓണമാണ് ഇപ്പം കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോ ഇടക്കാലത്ത് സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെന്റ് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയപ്പം പാതി വഴിയിൽ പൂർണ്ണമായി കൊടുക്കാൻ കഴിയാതെ നിലച്ചുപോയ പെൻഷനുകൾ ഇപ്പൊ വർദ്ധിപ്പിച്ച് 2000 ആക്കണം എന്ന ചർച്ചയിലേക്ക് പോവുകയാണ്. തീർച്ചയായും അങ്ങനെ ക്ഷേമ പ്രവർത്തികളിലേക്ക് പോകുന്നു. അതിൽ എല്ലാ മതത്തിലും ഉള്ളവർക്ക്, മതമില്ലാത്തവർക്ക്, എല്ലാവർക്കും മതം പരിഗണിക്കാതെ ക്ഷേമ പദ്ധതി നടപ്പാക്കുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷം നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനെതിരെ വർഗീയത വിളമ്പി അധികാരം പിടിക്കാൻ മുസ്ലിം സമുദായത്തെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് KM ഷാജി മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തത്.